രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. അറസ്റ്റ് ഒഴിവാക്കി എന്ന സാഹചര്യം ഉറപ്പാക്കിയതിനു ശേഷം പാലക്കാടേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിയെ പോലും വെല്ലുവിളിക്കുന്ന നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറയാം. കാരണം വോട്ടിംഗ് അവസാനിക്കാൻ 1 മണിക്കൂറേ ഉള്ളെങ്കിൽ പോലും വോട്ടെടുപ്പ് ദിവസം തന്നെ അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി പാലക്കാട് തുടരും എന്ന സന്ദേശം പാർട്ടിക്ക് കൂടി നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പുകോർക്കുന്നത് നമ്മൾ കണ്ടതാണ്. 2 വിരുദ്ധ നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. വെൽ ഡ്രാഫ്റ്റഡ് ആണ് രണ്ടാമത്തെ പരാതി എന്നതാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി KPCC അധ്യക്ഷൻ അത് ഫോർവേഡ് ചെയ്യേണ്ടി വന്നതാണ് എന്ന് ഓരോ വാക്കുകളിലും വ്യക്തമാണ്. അപ്പോൾ വെൽ ഡ്രാഫ്റ്റഡ് ആണ്. ആ പരാതിയെ സംശയമുനയിൽ നിർത്തുകയാണ് KPCC അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. അതിന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതിയുടെ പരാമർശങ്ങൾ കൂടി ആയുധമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം അതെല്ലാം തള്ളിക്കളയുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതേ ദിവസം പാലക്കാട് എത്തി പാലക്കാട് തുടരും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ വെല്ലുവിളിക്കുന്ന സമീപനം കൂടിയാണ് എന്ന് പറയാതെ വയ്യ. താൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുകയാണ്. അത് പാർട്ടിയിലെ ചിലർക്കുള്ള സന്ദേശം കൂടിയാണ്. CV അനുമോദ് തുടരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അനുമോദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിടില്ല, പാലക്കാട് തുടരും, പാലക്കാട് ചായ കുടിച്ച് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം വരുന്നു. ആർക്കൊക്കെയുള്ള സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്? രേണുക, താൻ പാലക്കാട് തന്നെ ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി പാലക്കാട് വിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഇതിവിടെ പാർട്ടിയിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് ഒരു മറുപടി കൂടി നൽകുകയാണ് എന്ന് വേണം പറയാൻ. അതായത് VD സതീശൻ രാവിലെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയെ അല്ല താൻ ഇവിടെ തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്കൊപ്പമാകുമെന്ന തരത്തിലൊരു സന്ദേശം നൽകാനാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്ന് വേണം പറയാൻ. പക്ഷേ നമുക്കറിയാം, ഇത് രാഹുലിനെ സംബന്ധിച്ച് നേരത്തെയും രാഹുൽ പാർട്ടി നടപടികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. പാർട്ടി നടപടികളെ വെല്ലുവിളിച്ച് പാലക്കാട് എത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടോ? മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടോ? MLA ഓഫീസിൽ മാധ്യമങ്ങളെ കാണുമോ? നമ്മൾ MLA ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ MLA ഓഫീസിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. പക്ഷേ എന്ത് പറയുമെന്ന കാര്യത്തിൽ തന്നോടുള്ള ചോദ്യങ്ങൾക്കൊക്കെ നേരത്തെ ഒന്നും പറയാനില്ല, എല്ലാം കോടതിയിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. തുടർന്ന് താൻ ഇവിടെ ഉണ്ട്, എവിടേക്കും ഒളിച്ചോടി പോകുന്നില്ല എന്ന് കാണിക്കുവാൻ വേണ്ടി, ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി രാഹുൽ സാധാരണ പോകുന്ന പോലെ ചായക്കടയിലേക്ക് പോകുന്നു, ആളുകളെ കാണാൻ പോകുന്ന പോലെ പോകുന്നു, തുടർന്ന് ഓഫീസിലേക്ക് പോകുന്നു. ഇതൊരു സാധാരണ കാര്യമാണ്. താൻ എവിടെയും പോയിട്ടില്ല. ഇതൊക്കെ മറ്റു തരത്തിലുള്ള യാതൊരുമില്ലാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പലകുറി തെളിയിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അതിലും അശ്ലീലകരമായ ചില കാര്യങ്ങൾ നടന്നു എന്നതിന്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അനുമോദ്, ബൊക്കെ നൽകി ചില കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചു എന്നൊക്കെയുള്ള വാർത്ത വരുന്നു. അതിലൊക്കെ എത്ര വാസ്തവമുണ്ട്? കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആ ബോധ്യം ഇല്ലാത്തവരാണോ പാലക്കാട്ടെ കോൺഗ്രസുകാർ? അങ്ങനെ ബൊക്കെ നൽകി സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതുവാൻ. പാർട്ടി നടപടി സ്വീകരിച്ചതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മണ്ഡലത്തിൽ തുടരുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, സത്യം ജയിക്കുമെന്ന് പറയുന്നു, പറയാനുള്ളതെല്ലാം കോടതിയിലാണെന്ന് പറയുന്നു. ഇതൊരു സാധാരണ കാര്യമെന്ന മട്ടിൽ എല്ലാ ചോദ്യങ്ങളോടും പ്രതികരിക്കുന്നു. തന്നെ പാർട്ടി തന്നെ പുറത്താക്കിയത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന തരത്തിൽ ആളുകളോട് പെരുമാറുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നതൊക്കെ പറയുമ്പോൾ തന്നെ കോൺഗ്രസിൽ തന്നെ ഇതിലൊരു ഭിന്നതയുണ്ടെന്ന് രാഹുൽ വരുത്തി തീർക്കുകയാണ്, അല്ലെങ്കിൽ രാഹുൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. രാഹുൽ ഇപ്പോൾ MLA ഓഫീസിലാണ് ഉള്ളത്. അവിടെ എത്തി സാധാരണ രീതിയിൽ അവിടെയുള്ള സ്റ്റാഫുകളോട് പെരുമാറുന്നു, അവിടെയുള്ള ആളുകളോട് പെരുമാറുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത് വളരെ വ്യക്തമാണ്. താൻ MLA ആയിട്ട് പാലക്കാട് തന്നെ തുടരും, ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ആർക്കും ചെയ്യാനുമാകില്ല എന്ന കാര്യത്തിൽ ഒരു സന്ദേശം നൽകാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ പാലക്കാട് നമ്മൾ കണ്ടതാണ്, പാർട്ടി നടപടിയെടുത്ത് അതിനുശേഷം പോലും ഇവിടെ എത്തിയ രാഹുലിനൊപ്പം
പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകർ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവർ രാഹുലിനൊപ്പം നിൽക്കുന്നത് കണ്ടിരുന്നു. ലീഗ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിക്കുന്നത് കണ്ടിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായി തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന വാർത്ത വന്നപ്പോൾ കുറ്റവിമുക്തനായ തരത്തിലാണ് പലപ്പോഴും പല പ്രവർത്തകരുടെയും ഭാഗത്തുള്ള പ്രതികരണത്തെ കാണേണ്ടത്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉരുണ്ടുകൂടുമ്പോൾ തന്നെ രാഹുലിനൊപ്പം പാർട്ടിയുടെ അംഗമല്ല രാഹുൽ എന്ന് നേതൃത്വം വ്യക്തമാക്കിയിട്ടും രാഹുലിനൊപ്പം ഒരു വിഭാഗം പ്രവർത്തകർ നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രേണുക. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടത് എന്നതിനപ്പുറം അങ്ങേയറ്റം രാഷ്ട്രീയമായ അശ്ലീലമാണ് നമ്മൾ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഒരു പാർട്ടിയിൽ കൊണ്ടുപോകാൻ കൂടെ കൂട്ടാൻ കൊള്ളാത്തവനാണ് എന്ന് മനസ്സിലാക്കി പുറത്താക്കിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ബൊക്കെ നൽകി സ്വീകരിച്ചു എങ്കിൽ 2 സ്ത്രീ പീഡന പരാതികളിൽ പ്രതിസ്ഥാനത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബൊക്കെ നൽകി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ അശ്ലീലമാണ്. 50%-ലധികം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഇനിയും അരമണിക്കൂർ ബാക്കി നിൽക്കെയാണ് ഈ വിധത്തിലുള്ള നാണം കെട്ട പ്രവൃത്തികൾ പാലക്കാട് അരങ്ങേറുന്നതെന്ന് നമ്മൾ ഓർക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഒരു വോട്ട് മാത്രമായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഈ നാടകം ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യും എന്നത് വലിയ ചർച്ചയായിരുന്നു. അതിനെ പിൻപറ്റി ഇന്നത്തെ ദിവസം KPCC അധ്യക്ഷൻ തന്നെ വളരെ മോശം പരാമർശങ്ങൾ നടത്തി ആ രാഷ്ട്രീയ സാഹചര്യത്തെ മലീമസമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് അതിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും എന്ന വിവരമാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചോടുന്നില്ല, വാർത്താ സമ്മേളനത്തിന് തയ്യാറെടുക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറെടുക്കുന്നു MLA ഓഫീസിൽ എന്ന വിവരമാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിനായി എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കും എന്ന വിവരമാണ് വരുന്നത്. ഇത് നേതൃത്വത്തെ കൂടി വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷമാണ്. ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട് വോട്ട് രേഖപ്പെടുത്താൻ. ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യർക്ക് സ്ലിപ്പ് നൽകി വീണ്ടും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ ഇന്നലെ മുൻകൂർ ജാമ്യത്തിൽ അനുകൂല നിലപാടുണ്ടായപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്ന വിവരങ്ങൾ വന്നതാണ്. അപ്പോൾ മുതൽ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ലൈംഗിക ആരോപണങ്ങളാണ്. അതിലായിരുന്നു ചർച്ച. ഇന്ന് KPCC അധ്യക്ഷന്റെ നിലപാട് വലിയ രീതിയിൽ UDF-ന് ഡാമേജ് ഉണ്ടാക്കുന്നതായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനെ തിരുത്തുന്നത്, ശക്തമായ നിലപാട് ആ വിഷയത്തിൽ പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമില്ല. നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നു. അവിടെ വോട്ട് രേഖപ്പെടുത്തി ചായ കുടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് പാർട്ടിക്കുള്ള സന്ദേശം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. ഈ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം നടത്തും എന്നതാണ് മനസ്സിലാകുന്നത്. സത്യം ജയിക്കും, കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ പ്രതികരണം കൂടി കേൾക്കാം. പാലക്കാടുണ്ടാവോ? പാലക്കാടുണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഈ കേസ് കോടതിയിലേക്ക് നിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്.